പ്രിയരെ, സ്നേഹവന്ദനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്പം കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് 2025 നവംബർ മാസം 25-ാം തീയതി, ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കലും ഡോക്ടർ ആരിഫ് ഹുസൈനും തമ്മിൽ നടത്തിയ ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംവാദം പൂർണ്ണമായിട്ടും കേൾക്കാനിടയായി. ആത്മാവ് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ആരിഫ് ഹുസൈന് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ തെളിവുകളിലൂടെ ആത്മാവിനെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള കാര്യമൊന്നുമല്ല. ശാസ്ത്രബോധത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഇക്കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പോലും യുക്തിചിന്തയോടെ, ശാസ്ത്രബോധത്തോടെ, ബുദ്ധിയോടെ കാര്യങ്ങൾ നോക്കിക്കാണുവാനായിട്ട് വളർന്നു വരുന്ന തലമുറകൾ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. എങ്കിലും ആ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമുക്കറിയാം, അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു അവതരണ ഗാനമുണ്ട്. അതൊരു പ്രത്യേക സംഗീത ശൈലി കൊടുത്തുകൊണ്ട് വിവിധ മതത്തിൻ്റെ ആളുകളെ അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. അതിൽ രണ്ടാമതായിട്ട് ഞാൻ കണ്ടത് ഒരു മനുഷ്യൻ കുരിശു ചുമന്നു കൊണ്ടുപോകുന്നതാണ്. 3 വ്യക്തികളെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുവിലായിട്ട് ഒരു വ്യക്തി കുരിശു ചുമന്നു കൊണ്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഈ 3 മതവിഭാഗങ്ങളെയും മാറ്റി നിർത്തിയിട്ട് നാലാമതൊരു വക്താവ് അവിടെ ഒരു ഇടിമിന്നലോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവവുമുണ്ട്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എങ്കിലും സാങ്കേതിക സഹായത്തോടെ, കലാവൈഭവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നല്ലത് തന്നെ എന്ന് ഞാൻ പറയുകയാണ്. എങ്കിലും ഇവിടുത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ആ സംവാദം ആരംഭിക്കുമ്പോൾ തന്നെ ആത്മാവ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് സംവാദം. ആരംഭിക്കുമ്പോൾ തന്നെ ക്രിസ്തീയതയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് സംവാദം നടത്തുന്ന സംവാദകനെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ആത്മാവ് എന്താണെന്ന് വെളിപ്പെടുത്തി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കൽ ബൈബിളിനെയാണ് ഉപയോഗിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബൈബിൾ അല്ലെങ്കിൽ സത്യവേദ പുസ്തകത്തിൽ നിന്ന് ആത്മാവ് എന്ന വിഷയത്തെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് വളരെ പെട്ടെന്ന് കഴിയും. ഇനി എന്താണ് ആത്മാവ് എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിൻ്റെ ബുദ്ധിയിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചില കാര്യങ്ങൾ ശാസ്ത്രത്തിനപ്പുറം വിശ്വാസം എന്ന് പറയുന്ന കൗതുകത്തിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതിനെ ഒന്നും ചോദ്യം ചെയ്യാറുമില്ല. 1-2 ഉദാഹരണങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം. നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റും കൊണ്ടുപോകുന്ന ട്രക്കുകൾ അല്ലെങ്കിൽ ലോറികൾ നമ്മുടെ നാട്ടിൽ കൂടെ ധാരാളമായിട്ട് ഓടുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഹൈലി ഇൻഫ്ലേമബിൾ പെട്രോളിയം പ്രൊഡക്ട്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. എങ്കിലും അതിൻ്റെ അവിടെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ തീയുടെ ഒരു ചിഹ്നം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെന്തിനാണ് ഈ ലോറിയുടെ പുറകിൽ ഒരു തീയുടെ ചിഹ്നം വരച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ലോറിയിൽ കൊണ്ടുപോകുന്നത് തീയാണോ എന്നൊന്നും ആരും അങ്ങനെ ചോദിക്കാറില്ല, സംശയിക്കാറുമില്ല. കാരണം അതിനുള്ളിലുള്ളത് പെട്രോളിയം ദ്രാവകമാണെന്നും അത് ദ്രാവക രൂപത്തിലുള്ളതാണെന്നും ഏതാണ്ട് ആളുകൾക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കൗതുകത്തോടെ ഒരു കുട്ടി ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം, തീ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു വാഹനത്തിൻ്റെ ഉള്ളിലോ ഒരു സിലിണ്ടറിനുള്ളിലോ ഒരു ടാങ്കർ ലോറിയിലോ കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല തീ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണെങ്കിൽ നമ്മളതിന് ഉത്തരമായി കൊടുക്കുക തീയല്ല, തീ പിടിക്കുവാൻ ഇടയുള്ള ഒരു ദ്രാവകം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ദ്രാവകമാണ്. അപ്പോൾ ആ പുറമേയുള്ള ആ തീയുടെ ചിഹ്നം നമ്മളതിനെ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട്. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ദൈവവും ആത്മാവ് എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമ പുസ്തകത്തിൽ മനുഷ്യൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്ര ചിന്തകളിലൂടെ, യുക്തിയിലൂടെ, ബുദ്ധിപരമായി ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്ന ഭൂമിയുടെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്നും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. കാരണം ശാസ്ത്രം ഇന്ന് വളരെയധികം വികാസം പ്രാപിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കുക അത്ര എളുപ്പമാവില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നാം അറിയുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാം അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ആരെങ്കിലും അതിനൊരു തെളിവ് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അപ്പോൾ നാം അത് എങ്ങനെ മനസ്സിലാക്കും? അതായത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ചോദിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനൊരു വിവരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഞാൻ പറയുന്നത് ആ ലേഖനം എഴുതിയ വ്യക്തിയുടെ പേര് അവിടെ ചേർത്തിട്ടില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അതിൻ്റെ സവിശേഷ ശൈലി വെച്ച് നോക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തി എന്നാണ് പൊതുവെ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്തിയത് ആരുമാകട്ടെ, ആ ഒരു കാര്യത്തിൽ ഞാൻ തർക്കത്തിനില്ല. ആ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചാണ്. പഴയ നിയമം വെളിപ്പെടുത്തി തരാത്ത ഒരു മഹോന്നത കാര്യം വളരെ എളുപ്പത്തിൽ മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണ്? വിശ്വാസത്താൽ അറിയേണ്ട ഒന്നാണ് എന്നാണ് അദ്ദേഹം അവിടെ പ്രതിപാദിക്കുന്നത്. ആ 3-ാം വാക്യം ഇങ്ങനെയാണ്: ഇന്നീ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്നു വരുമാറ് ഈ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നോക്കൂ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിലും സൃഷ്ടിപ്പിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ശാസ്ത്രശാഖയെന്നുണ്ടല്ലോ, അങ്ങ് അറ്റം കണ്ടുപിടിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ അന്വേഷണ ആളുകൾക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു പോകുന്നവരോട് ഒരു തീർപ്പ് പറയുകയാണ് ചെയ്യുന്നത്, വിശ്വാസത്താലാണ് നാം അറിയേണ്ടതെന്ന്. ഇത് എഴുത്തുകാരൻ ദൈവനിർദ്ദേശപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ട് ഓരോ മനുഷ്യനും ആ പുസ്തകത്തോട്, അതിലെ മർമ്മത്തോട് നീതി പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവർ അത് വിശ്വാസത്താൽ തന്നെയാണ് അറിയേണ്ടത്. നാം അതിൻ്റെ പുറകെ ശാസ്ത്രബോധത്തോടു കൂടി കൊമ്പും കുഴലും ഉപയോഗിച്ച്, ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ച് അന്വേഷിച്ചു പോയതുകൊണ്ട് ഒന്നും ലഭിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ശാസ്ത്രം എല്ലാം ചെയ്തു തരും, എല്ലാം ശരിയാക്കി തരും എന്നുള്ള ആ കുടഞ്ഞിടലുണ്ടല്ലോ, അത് അല്പനേരത്തേക്ക് നമ്മൾ ദൈവകാര്യങ്ങൾ അറിയുമ്പോൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഞാൻ ശാസ്ത്രത്തെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളിൽ, കണ്ടുപിടുത്തങ്ങളിലെല്ലാം അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ്. എല്ലാം മനുഷ്യ നന്മയ്ക്കായിട്ട് മനുഷ്യർ തന്നെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ആത്മാവിനെക്കുറിച്ചാണല്ലോ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ, അതായത് ഭൂമിയുടെ സൃഷ്ടിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനത്തേതിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനൊരു ജീവനുള്ള ദേഹിയായി തീർന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം ജീവനുള്ള ദേഹിയായി തീർന്ന ആ മനുഷ്യൻ്റെ സന്തതി പരമ്പരകളാണോ ഇന്നുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ സന്തതി പരമ്പരകൾ തന്നെയാണ് ഇന്ന് ഭൂമിയിൽ എല്ലായിടത്തും ഉള്ളത്. എന്നാൽ ഒരു പ്രത്യേകതയുള്ളത്, ആ മനുഷ്യൻ ഏതനിലുണ്ടായിരുന്ന ജീവനുള്ള ദേഹി എന്നുള്ള പ്രകൃതത്തിലുള്ള മക്കളല്ല ഇന്നിവിടെ കാണപ്പെടുന്നത്. ജീവനുള്ള ദേഹിക്ക്
എന്ത് സംഭവിച്ചു എന്ന് ആ ഉൽപ്പത്തി പുസ്തകം തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള ദേഹി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടാവായ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയുന്ന ശരീരത്തിൽ ജീവിച്ചിരുന്ന ഒരു ആത്മാവായ മനുഷ്യനാണ്. ഇപ്രകാരമുള്ള ആത്മാവിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്പിരിറ്റ് എന്ന പേരിലോ സോൾ എന്ന പേരിലോ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ ആത്മാവ് എന്ന പ്രയോഗം പലതരത്തിൽ പല ഇടങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിനെ വിശദമാക്കുവാനും ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. വീണ്ടും ജനിച്ച മനുഷ്യരെ സംബന്ധിച്ച് ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ദൈവത്താൽ ജനിച്ച അല്ലെങ്കിൽ ആത്മാവിനാൽ ജനിച്ച ആത്മാവ് എന്ന് മനുഷ്യരെക്കുറിച്ച് പറയുന്നു. ഇനി മറ്റു ചിലയിടങ്ങളിൽ അശുദ്ധാത്മാക്കളെ സൂചിപ്പിക്കുവാനും ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി പഴയ നിയമ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യരോട് ഇടപെടുവാനായിട്ട് പ്രവാചകന്മാരിലൂടെ ആത്മാവ് സംസാരിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അവിടെയും സ്പിരിറ്റ് എന്ന പേരിൽ തന്നെ ചെറിയ അക്ഷരങ്ങളിലും വലിയ അക്ഷരത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വലിയ അക്ഷരത്തിലാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് എന്നും, ചെറിയ അക്ഷരത്തിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണെന്നും നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ആത്മാവിനെ കൂടാതെ മനുഷ്യരിലെല്ലാം മനുഷ്യൻ്റെ ബുദ്ധി, ചിന്ത എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കറിയാമല്ലോ, തലച്ചോറിൽ ഉള്ള അല്ലെങ്കിൽ തലച്ചോറിൽ പ്രവർത്തനം നടക്കുന്ന ബുദ്ധിയിൽ നിന്ന് ആണല്ലോ ചിന്തകളൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ ബുദ്ധി, ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെ പൊതുവെ സ്പിരിറ്റ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, മറ്റൊന്ന് മനുഷ്യനാകുന്ന ആത്മാവ് എന്ന് പറയുന്ന ജീവനുള്ള ദേഹി, ഇനി മറ്റൊന്ന് മനുഷ്യൻ്റെ ബുദ്ധി, ചിന്ത എന്നിവ ഉൾപ്പെടുന്ന ആത്മാവ്. ഇതുകൂടാതെ അശുദ്ധാത്മാക്കളെയും ആത്മാവ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ആത്മാവ് എന്ന് പറഞ്ഞ് ബൈബിൾ വെളിപ്പെടുത്തി തരുന്നത്. നാം സത്യവേദ പുസ്തകത്തിലൂടെ ആഴമേറിയ ഒരു യാത്ര, ഒരു പരിചയമുണ്ടെങ്കിൽ മാത്രമേ ഈ വാക്കുകളെല്ലാം ഏത് തരത്തിൽ നാം മനസ്സിലാക്കണമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് തിരുവചനത്തെക്കുറിച്ച് എനിക്ക് പിടിപാടൊന്നുമില്ല എന്ന് പറഞ്ഞ ശ്രീ ആരിഫ് ഹുസൈൻ തിരുവചനം ഒത്തിരി പ്രാവശ്യം വായിച്ച് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്താണ് ആത്മാവ്? അപ്പോൾ ജീവനുള്ള ദേഹിയായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം, മനുഷ്യന് മൺമയമായ ഒരു ശരീരം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇന്ന് ഉള്ളതുപോലെ തന്നെയുള്ള ഒരു ശരീരം. ആ ശരീരത്തിൽ തന്നെയാണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത്. ഇതിനെയാണ് ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞു വന്നിരുന്നത്. അതായത് ആ ശരീരത്തിൽ ഒരു ആത്മാവ് ശരീരത്തിൽ വസിക്കുന്നതാണ് നമ്മൾ ദേഹി എന്ന് പറയുന്നത്. ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ, ഒരു മൺമയ ശരീരത്തിൽ വസിക്കുന്നതിനെയാണ് ജീവനുള്ള ദേഹി എന്ന് നമ്മൾ പറയുന്നത്. ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രിയനായവർ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആളുകളെക്കുറിച്ച്. അതായത് യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട കുറച്ച് ആളുകൾ മിസ്രയീമിൽ നിന്ന് ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് അവർ കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു പോകുന്നുണ്ട്. അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദേഹികൾ എല്ലാം കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആണ്. അപ്പോൾ നോക്കൂ, അവിടെ പുറപ്പെട്ടു പോകുന്നത് ഒരു ദേഹികളായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ ദൈവം തിരഞ്ഞെടുത്ത ജനമായതുകൊണ്ടാണ് അവർ ദേഹികൾ എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള മനുഷ്യരെ അങ്ങനെ പറയുമോ? പറയില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമാക്കാം. നമുക്കറിയാം, മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ദൈവകൽപ്പന ലംഘിച്ച് പാപിയായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. ഞാൻ പറയട്ടെ, ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ അഭിപ്രായമല്ല. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ പങ്കുവെക്കുന്നത്. മനുഷ്യൻ പാപിയായി തീർന്നു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി പുതിയ നിയമപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗലാത്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. അപ്പോൾ പുതിയ നിയമം കാരണം വെളിപ്പെടുത്തി തരുന്നുണ്ട്. പഴയ നിയമം എന്തുകൊണ്ടാണ് ആദാം പാപം ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്നില്ല. പുതിയ നിയമം കാരണം വെളിപ്പെടുത്തി തരുന്നുണ്ട്. പുതിയ നിയമം പറയുന്നു,
യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മനുഷ്യർ ഭൂമിയിൽ ജീവിക്കേണ്ടതിനാണ് തിരുവെഴുത്ത്, അതായത് ദൈവം അല്ലെങ്കിൽ ക്രിസ്തു എല്ലാവരെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞത് എന്ന്. നമുക്കറിയാം, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ പാപം അല്ലെങ്കിൽ ഒരു അധാർമികത എന്ന് പറയുന്നത് രൂഢാമൂലമായിട്ട് വസിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രകൃതം മനുഷ്യനിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യനും ജനിച്ച് വളർന്നു വരുമ്പോൾ ഇപ്രകാരമുള്ള ഒരു തിന്മയുടെ പ്രകൃതം ഓരോ മനുഷ്യനിലും ഉണ്ടെന്ന് മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇത്തരത്തിലുള്ള തിന്മയുടെ പ്രകൃതം മനുഷ്യനിൽ ഉള്ളതുകൊണ്ടാണ് നിയമങ്ങൾ കൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കുവാനായിട്ട് അധികാരികൾ ആഗ്രഹിക്കുന്നത്. ദൈവവും അത് തന്നെ ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിലെ നിയമങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ തിന്മ പുറപ്പെടുവിക്കുന്നവനായതുകൊണ്ടാണ് അവനങ്ങനെ പുറപ്പെടുവിക്കാതിരിക്കുവാൻ നിയമങ്ങൾ കൊണ്ട് മനുഷ്യനെ ബന്ധനത്തിലാക്കുന്നത്. അപ്പം എപ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം ഹൗവ ദമ്പതികൾ പാപം ചെയ്തപ്പോൾ അവരെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ ഇടയാക്കിയ സാത്താൻ എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ട് വ്യക്തികളുടെയും ശരീരത്തിലേക്ക് പ്രവേശിച്ച് അതിൽ വാസമുറപ്പിക്കുകയും മനുഷ്യ ശരീരത്തെ അവൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും, ക്രിസ്തീയ വിശ്വാസഗോളത്തിലുള്ള എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. ഇതിനൊക്കെ തെളിവുകൾ വചനത്തിലുണ്ട്. മനുഷ്യനിൽ പാപം അല്ലെങ്കിൽ സാത്താൻ വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൻ്റെ ഉത്തരം ഉണ്ട് എന്നാണ്. എന്നാൽ ബുദ്ധിപരമായി, യുക്തിപരമായി, ശാസ്ത്ര സഹായത്തോടെയൊക്കെ മനുഷ്യനെക്കുറിച്ച് കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിച്ചാൽ അങ്ങനെ ഒരു പാപമൊന്നും മനുഷ്യനിൽ വസിക്കുന്നില്ല എന്ന് പറയുവാനായിട്ട് കഴിയും. അതുതന്നെയാണ് ശാസ്ത്രവാദികളുടെയും യുക്തി ചിന്താഗതിക്കാരുടെയും എല്ലാം ആശയഗതികൾ. എങ്കിലും തിരുവചനം പറയുന്നു മനുഷ്യനിൽ പാപം വസിക്കുന്നു. ഇനി എന്താണ് പാപം? പാപം എന്താണെന്ന് പുതിയ നിയമം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ഇനി എന്താണ് പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, മനുഷ്യനോ മറ്റു വ്യക്തികൾക്ക്, സമൂഹത്തിന്, പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന വിധത്തിൽ ഒരു മനുഷ്യൻ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ പാപമെന്നോ തിന്മ പ്രവൃത്തിയെന്നോ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിന്മ പ്രവൃത്തികൾക്ക് ശിക്ഷ വിധിക്കുവാനായിട്ട് നീതിന്യായ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്. ആദ്യം എന്തുണ്ട്? ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പനകളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. എന്നാൽ ആ കൽപ്പനകൾ ലംഘിച്ചാലോ അതിനെ ശിക്ഷിക്കുവാനായിട്ട് നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം മനുഷ്യനിൽ ജന്മപ്രകൃതമായി തിന്മ ചെയ്യുന്ന ഒരു പ്രകൃതം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെപ്പോഴാണ് മനുഷ്യന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, ആദാമിൻ്റെ ഒരു ലംഘനത്തിലൂടെ, അതായത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം ആദാമിനോട് പറഞ്ഞ കൽപ്പനയുടെ ലംഘന ഫലമായി ആദാം എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയായ ഹൗവ ആ കൽപ്പന ലംഘിച്ചതിലൂടെ അനേകം തിന്മകൾ പുറപ്പെടുവിക്കത്തക്ക വിധത്തിൽ അവരുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പാപം അല്ലെങ്കിൽ പിശാച് എന്ന് പറയുന്ന ഒരു ആത്മജീവി ശരീരത്തിൽ വസിക്കുന്ന ആദാമിലും ഹൗവയിലും വാസം തുടങ്ങി. അതിൻ്റെ ഫലമായി ദൈവം അവരെ ആക്കി വച്ചിരുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ ഉഴന്ന് അലയുന്നവരായി ജീവിതം ആരംഭിച്ചു. ആ ജീവിതത്തിൽ തുടർന്നു വരുന്ന സന്തതി പരമ്പരകളെയാണ് നമുക്കിന്ന് ഈ ലോകത്ത് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, മനുഷ്യരെല്ലാവരും ശാസ്ത്രപരമായി വളരെ ഉന്നതി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും മറ്റൊരു വശം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യരുടെ കുറ്റകൃത്യത്തിനുള്ള വാസന എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സൈബർ കുറ്റകൃത്യ മേഖല എന്ന് പറയുന്ന ഒരു പുതിയ കുറ്റകൃത്യ മേഖല കൂടി ഉണ്ടാകുകയല്ലാതെ കുറ്റകൃത്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിലൂടെ എത്രയോ കുറ്റകൃത്യങ്ങളെ കുറിച്ച് നമുക്കിതിലൂടെ വാർത്തയിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുവാനായിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഒരിക്കലുമുണ്ട് കഴിയുകയുമില്ല.
അപ്പോൾ ഇതാർക്ക് ചെയ്യുവാനായിട്ട് കഴിയും? ഇത് ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ദൈവം തന്നെയാണ് ഇത്തരത്തിലുള്ള മാനസിക പ്രകൃതമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചു വരുന്നത് ആത്മാവിനെ കുറിച്ചാണ്. ഇത് പെട്ടെന്ന് പറഞ്ഞു തീരുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് അല്പം വിശദീകരണം ആവശ്യമായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുകയാണെങ്കിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, മൂഢന്മാരെ, നിങ്ങളുടെ പുറമുണ്ടാക്കിയവനല്ലയോ നിങ്ങളുടെ അകവും ഉണ്ടാക്കിയത്, അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് സകലവും ശുദ്ധമാകും എന്ന് പറഞ്ഞു. അപ്പം നോക്കൂ, മനുഷ്യര് ഞങ്ങൾ ശുദ്ധരാണ്, ഞങ്ങൾ തിന്മകളൊക്കെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു താക്കീതാണത്. അതായത് നിങ്ങളുടെ അകം മെനയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇനി എങ്ങനെയാണ് ഈ അകം മെനയപ്പെട്ടിട്ടുള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ രചനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 33-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം സകലരുടെയും ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നുവെന്നും അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നുവെന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരുപോലെ മെനയപ്പെട്ട ഹൃദയം എന്താണെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാക്കുവാനായിട്ട് ആളുകൾക്ക് കഴിയുകയില്ല. എന്താണ് മനുഷ്യഹൃദയത്തിൻ്റെ പ്രത്യേകത? മനുഷ്യഹൃദയത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം പറയുന്നത്, ഹൃദയം എല്ലാറ്റിനെ കഴിഞ്ഞും കപടവും വിഷമവും ഉള്ളതാണ്. അതാണ് മനുഷ്യഹൃദയത്തിൻ്റെ പ്രത്യേകത. ഇതിന് ഈ മനുഷ്യഹൃദയം എന്ന് പറയുമ്പോൾ ശാസ്ത്രം കുറച്ചും കൂടി മുന്നോട്ട് കടന്നു നിന്ന് ഹൃദയത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല, ബ്രെയിനിലാണ്, ചിന്തയിലാണ് എല്ലാം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുന്നേ, ഒരു അഭിപ്രായം പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിരുന്നാലും ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ സകലരുടെ ഹൃദയങ്ങളെയും ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. ഇനി ഒരുപോലെ മെനഞ്ഞ ഈ ഹൃദയം എങ്ങനെയാണ് എന്ന് അറിയണ്ടേ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ? അതാ ഞാൻ പറഞ്ഞത്, നാം പുസ്തകം വായനയിലൂടെ മാത്രമേ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ നാം വിശ്വാസത്താലാണ് കണ്ടെത്തേണ്ടത്, മറിച്ച് ശാസ്ത്രബുദ്ധിയാലല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അതാണ് അതിൻ്റെ കൗതുകം എന്ന് പറയുന്നത്, വിശ്വാസത്തിലൂടെ കണ്ടെത്തുക. അപ്പോൾ എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാണാത്ത കാര്യങ്ങളാണ് എങ്കിലും അതങ്ങനെ തന്നെയാണെന്ന് അംഗീകരിക്കുന്ന ഒരു ബോധ്യം, ഇതിനെയാണ് നമ്മൾ വിശ്വാസ ബോധ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മനുഷ്യ ഹൃദയം ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് യേശു കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും, അതായത് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിലും മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി പറയുന്നത് എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, ദൂഷണം, കള്ളസാക്ഷ്യം ഇത്യാദി കാര്യങ്ങൾ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത്യാദി കാര്യങ്ങൾ പുറപ്പെട്ടു വരുന്ന ഒരു ഹൃദയമുള്ള ആളാണ് മനുഷ്യൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇങ്ങനെ ഇപ്രകാരമുള്ള പ്രകൃതങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ മനുഷ്യന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജഡം എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ദൈവം ഒരു ആത്മാവായിട്ട് അല്ലെങ്കിൽ ജീവനുള്ള ദേഹിയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കാണപ്പെടുന്നത് ജഡം എന്നുള്ള നിലയിലാണ്. ഇനി ഇവൻ എപ്പോഴാണ് ജഡമായിട്ട് മാറിയതെന്ന് ചോദിച്ചാൽ, ദൈവകൽപ്പനയുടെ ലംഘന ഫലമായിട്ട് മനുഷ്യൻ നന്മതിന്മകളെക്കുറിച്ച് അറിവുള്ളവനായി മാറുകയും അവൻ ജഡമായി തീരുകയും ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് ഇനി അവനിൽ സദാകാലവും വാദിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. അങ്ങനെ ഒരു ജഡപ്രകൃതത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു. അപ്പം ജീവനുള്ള ദേഹിയായിരിക്കുമ്പോൾ അവൻ ദൈവാനുസരണയോടുകൂടി ദൈവത്തോടൊത്ത് അവിടെ ജീവിച്ച് വന്നിരുന്നു. എന്നാൽ പ്രേരണയിലൂടെ എന്തായിരുന്നു ആ പ്രേരണ? നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുക എന്നുള്ളതിലേക്ക്, അത് കാണാൻ നല്ലതാണെന്നും തിന്നാൻ രുചികരമാണെന്നും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവുമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഹവ്വയുടെ ഉള്ളിലേക്ക് നിരന്തരമായ ഇടപെടലിലൂടെ സാത്താന് ഇട്ടുകൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഫലമായി ഒരു മോഹം ഉള്ളിൽ ഉണ്ടായത് നിമിത്തം ഹവ്വ ആ ഫലം ഭക്ഷിക്കുകയും അവർ തിന്മയുടെ വക്താവായിട്ട് മാറുകയും ചെയ്തു. താൻ ഭക്ഷിച്ച ഈ ഫലം തൻ്റെ ഭർത്താവിനും കൊടുത്തു. ഭർത്താവും ഭക്ഷിച്ച് തിന്മയുടെ വക്താവായിട്ട് മാറി. കൽപ്പനയുടെ ലംഘന ഫലമായിട്ട് മനുഷ്യൻ ഒരു ജഡമായി മാറ്റപ്പെട്ടു. ജഡമായി മാറ്റപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനായി മാറി എന്നാണ് ദൈവവചനം വിശദമാക്കുന്നത്. എന്തൊക്കെയാണ് ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് ചോദിച്ചാൽ,
നമുക്കറിയാം, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ എല്ലാവിധ അശുദ്ധികളും പുറപ്പെടുവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, കൊലപാതകം, വ്യഭിചാരം, മോഷണം, പരസംഗം, ദൂഷണം, കള്ളസാക്ഷ്യം ഇത്യാദി സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യനായി ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആദാം മാറ്റപ്പെട്ടു. ഇപ്രകാരം മാറിയ ആദാം ഹവ്വ ദമ്പതികൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. അപ്രകാരം ജന്മം നൽകപ്പെട്ട ആദാമിന്റെ ആദ്യത്തെ മകനായിരുന്ന കയീനാണ് സ്വന്തം സഹോദരനായിട്ടുള്ള ഹാബേലിനെ കൊല ചെയ്തത്. ഏദൻ തോട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു സംഗതിയാണ് അവർ പാപം ചെയ്തതിനു ശേഷം കൊലയാളിയായി മാറുക എന്നുള്ളത്. ഈ ഇത്തരത്തിലുള്ള പ്രവണതകളാണ് ഇന്നത്തെ മനുഷ്യരിലും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളുള്ള മനുഷ്യരെ നിയന്ത്രിക്കുവാനായിട്ടാണ് ദൈവം നിയമങ്ങൾ കൊണ്ടുവന്നത്. അത് മനുഷ്യൻ ഭൂമിയിൽ വാസം തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ദൈവം മനുഷ്യർക്ക് നിയമങ്ങൾ കൊടുക്കുന്നത് ക്രിസ്തുവിനും 1400 വർഷങ്ങൾക്ക് മുൻപാണെന്ന് നമുക്ക് തിരുവചന പുസ്തകത്തിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അടിമത്തത്തിലായിരുന്ന പല രാജ്യങ്ങളും, നിയമസംഹിതകളില്ലാതിരുന്ന പല രാജ്യങ്ങളും പിന്നീട് ബൈബിളിനോട് തുല്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രങ്ങളെല്ലാം സ്വതന്ത്രമാക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് ഭൂമുഖത്ത് അടിമത്തത്തിലിരിക്കുന്ന ഒട്ടനവധി രാജ്യങ്ങളൊന്നുമില്ല. ഏകദേശം എല്ലാ രാജ്യങ്ങളും തന്നെയും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതിനുള്ള നിയമസംഹിത നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മുടെ ഭാരതദേശത്ത് നോക്കുകയാണെങ്കിലും IPC എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് നിലവിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് BNS എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ഒരു പുതിയ നിയമക്രമമാണ് നിലവിലുള്ളത്. എന്തിനാണ് ഈ നിയമങ്ങൾ? നിയമങ്ങളെല്ലാം മനുഷ്യരിൽ നിന്ന് നീതി പുറപ്പെടുവിക്കുവാൻ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതായത് കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നുള്ള നിയമങ്ങൾ. നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നീതിയോടുകൂടി ജീവിക്കുവാൻ, നീതി പുറപ്പെടുവിക്കുവാനായിട്ട് അവനെ സഹായിക്കുന്ന ഒന്നാണ് നിയമങ്ങൾ. നിയമം അവന് ആവശ്യമാണ്. കാരണം അവൻ്റെ ഉള്ളിലെ തിന്മയ്ക്കുള്ള പ്രകൃതങ്ങളുണ്ട്. ഇത്തരത്തിൽ തിന്മയ്ക്കുള്ള പ്രകൃതങ്ങളുള്ള മനുഷ്യനെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തരുന്നത് ജഡം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, ജീവനുള്ള ദേഹിയായ മനുഷ്യൻ, ഒരാത്മാവായിരുന്ന മനുഷ്യൻ ജഡമായിട്ട് മാറ്റപ്പെട്ടു. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, തിരുവചന പുസ്തകം എല്ലാം വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നത് ഉപമകളിലൂടെയാണ്, ശാസ്ത്ര സഹായത്തോടു കൂടിയല്ല. ശാസ്ത്രം വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ലക്ഷ്യമല്ല. എന്നാൽ ചില ശാസ്ത്രീയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു വഴിയിൽ നോക്കുമ്പോഴേ നമുക്കതൊരു ശാസ്ത്രീയ കാര്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. മറിച്ച് അതെല്ലാം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ആത്മീക കാര്യങ്ങൾ തന്നെയാണ്. അന്ന് ദൈവം ആഗ്രഹിച്ച ഭൗതിക കാര്യങ്ങളുമാണ്. അപ്പോൾ ശാസ്ത്രീയ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ദൈവവചനത്തിൻ്റെ ലക്ഷ്യമല്ല. ദൈവം എങ്ങനെയാണ് വെളിപ്പെടുത്തി തരുന്നത് കാര്യങ്ങൾ? ദൈവം ഉപമകളിലൂടെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്കറിയാം, അതിൻ്റെ 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ ഗൂഢമായിരുന്ന കാര്യങ്ങൾ ഉച്ചരിപ്പാനായിട്ട് അവൻ വായ തുറന്നു. എങ്ങനെയാണ് വായ തുറന്നത്? അവൻ ഉപമകളിലൂടെ അല്ലാതെ ഒന്നും അറിയിച്ചില്ല. ഉപമകളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും അറിയിച്ചത്. അപ്പോൾ ഈ ഉപമകളിൽ നിന്ന് നമുക്ക് ആത്മാവിനെ എങ്ങനെ മനസ്സിലാക്കാം? നമുക്കറിയാം, കണ്ണാടി അത് ബിംബിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മൾ മുഖം നോക്കുന്നത് കണ്ണാടി. മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മുഖത്ത് വെക്കുന്ന കണ്ണടയല്ല. മുഖം നോക്കുന്ന കണ്ണാടിക്ക് പ്രതിബിംബിപ്പിക്കുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ ആ പ്രതിബിംബിപ്പിക്കുന്ന തലം മുഴുവൻ പൊടിപടലങ്ങളുള്ളതാണെങ്കിലോ ഒരിക്കലും ആ പ്രതിബിംബത്തെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അത് അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കും. അങ്ങനെ മറഞ്ഞിരിക്കുമ്പോൾ ഒരു കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യന് തൻ്റെ പ്രതിബിംബത്തെ കാണാനായിട്ട് കഴിയില്ല. ഇതുതന്നെയാണ് ആത്മാവ് എന്താണെന്ന് ചോദിക്കുന്നവർക്കുള്ള വ്യക്തമായ ഉത്തരം. അതായത് മനുഷ്യൻ തന്നെയാണ് ആത്മാവ്, എന്നാൽ അവനിലെ ആത്മാവിനെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? പാപം എന്ന് പറയുന്ന ഒരു പൊടിപടലത്താൽ അവൻ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പാപം എന്ന് പറയുന്ന പൊടിപടലത്താൽ അവൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ആത്മാവിനെ കാണാനായിട്ട് പറ്റുന്നില്ല. എന്താണ് കാണുന്നത്? കാണുന്നത് അതിന് നേർ വിപരീതത്തിലുള്ള ഒരു സംഗതിയാണ്. ആ സംഗതി അവിടെ ഇല്ലേ? ഉണ്ട്. നമുക്കറിയാം, ഈ ആകാശത്തിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ആകാശമെല്ലാം നല്ലതുപോലെ മഴമേഘങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട്, മഴയുടെ ലക്ഷണമുണ്ട്. പക്ഷെ സൂര്യനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? സൂര്യൻ അവിടെ ഉണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്, നമുക്കറിയാം.
പക്ഷേ അതിനെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? മേഘങ്ങളാൽ അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സൂര്യൻ അവിടെ ഉണ്ട്, ഇതുപോലെയാണ് അതിനകത്ത് ആത്മാവുണ്ട്. അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് ആ ജഡമാണ്. ആ ജഡം ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഈ ആത്മാവിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം, ഒന്ന് കാണാനായിട്ട് പറ്റണം. നമുക്കറിയാം, ദൈവവചനപ്രകാരം അങ്ങനെ ഒരു ആത്മാവിൻ്റെ കാഴ്ച ദൈവം ഭൂമിയിൽ അനുവദിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് നമ്മളെ ദൈവം വിശ്വസിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ആശിക്കുന്നത്? നിങ്ങളൊരു ആത്മാവായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. നിങ്ങളൊരു ആത്മാവായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാണാത്ത കാര്യങ്ങളുടെ ചില നിശ്ചയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ ആത്മാവിനെ കാണാനായിട്ട് കഴിയും? ഇവിടെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ജഡപ്രകൃതമായ മനുഷ്യൻ. ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്നാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ള സകല മനുഷ്യരും സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ, ജഡത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ ആ മനുഷ്യനിൽ ജനിക്കുന്ന കുഞ്ഞും അപ്രകാരം തന്നെയുള്ള ഒരു ജഡമാണെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. ഇത് ഒരു തരത്തിലുള്ള ജനനമാണ്. എന്നാൽ ശാസ്ത്ര മേഖലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു ജനനമുണ്ട്. ശാസ്ത്രം ഇങ്ങനത്തെ ജനനത്തെ കാണുന്നുള്ളൂ. ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാൻ കഴിയുന്ന മനുഷ്യജനനം, കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യജനനം, കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യജനനം. അപ്പം നമ്മളുടെ യുക്തിഭദ്രമായ കാര്യമാണ് സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇത്തരത്തിലല്ലാത്ത മറ്റൊരു ജനനത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതാണ് ദൈവത്തിൽ നിന്നുള്ള ജനനം. ഈ ദൈവത്തിൽ നിന്നുള്ള ജനനത്തിന് എന്താണ് പ്രത്യേകത? ഈ പ്രത്യേകതയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിലുള്ള മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ ആത്മാവിനാൽ ജനിച്ച ഒരു ആത്മമനുഷ്യനെ കുറിച്ചും നമുക്ക് ദൈവവചനം പറഞ്ഞു തരികയാണ്. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടും ദൈവം പറയുന്നത്, നിങ്ങൾ ജഡത്താൽ ജനിച്ച ഒരു ജഡമാണ്. നിങ്ങൾ വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഒരു ആത്മാവായിട്ട് വീണ്ടും ജനിക്കണം. അതായത് നിങ്ങൾ ഒരു ജീവനുള്ള ദേഹി എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ തിരികെ പോകണം. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ മാഹാത്മ്യം നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ആദിയിലെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയും ഇരിക്കുന്നല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പം ആദിയിലെ ആദാമായിരുന്ന, ജീവനുള്ള ദേഹിയായിരുന്ന ആദാമിനുണ്ടായിരുന്ന പദവിയിലേക്ക് യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ തിരികെ പോകുവാനും ജീവിപ്പിക്കുന്ന ആത്മാവായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, ആത്മാവ് എന്നുള്ളത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു സംഗതിയോ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഓടി നടക്കുന്ന ഒരു സംഗതിയോ അല്ല. പ്രിയ സഹോദരൻ, മനസ്സിലാക്കുക, നിങ്ങളിൽ ഒരു ആത്മാവുണ്ട്. അത് നിങ്ങളുടെ പാപജഡനിമിത്തം മറഞ്ഞു കിടക്കുകയാണ്. ഇത് പാപജഡമുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനി എന്താണ് പാപജഡമെന്നും ഈ പാപജഡത്തിന് എന്താണ് യേശുക്രിസ്തു ചെയ്യുന്നതെന്നും ഈ പാപജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിതിൻ്റെ 2-ാം ഭാഗത്ത് വെളിപ്പെടുത്തി തരാം. ഇതിപ്പോൾ ഏകദേശം ഒരു 33 മിനിറ്റ് ആയിരിക്കുന്നു. ഈ പ്രഭാഷണം കൂടുതൽ നീണ്ടുപോകുമ്പോൾ കൂടുതൽ ദൈർഘ്യമുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അനുവദിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഞാനൊരു 30 മിനിറ്റിൽ നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് ഇത്രയും ദൈർഘ്യത്തിലായി പോകുന്നത് ഞാൻ അനുവദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഈ പ്രഭാഷണ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എങ്ങനെയാണെന്നും ഈ ആത്മാവ് എങ്ങനെയാണ് നിത്യതയ്ക്ക് യോഗ്യതയുള്ളതായി തീരുന്നതെന്നും യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ വിശ്വാസിയായിരിക്കാം, വിശ്വാസിയല്ലായിരിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശോധന ചെയ്യുവാനും ദൈവവചനപ്രകാരം വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആത്മാവായി മാറിക്കൊണ്ട് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവും മുഖേന നിങ്ങളെ സഹായിക്കട്ടെ.
എന്ന് ഒരു ആശീർവാദ വചനം പറഞ്ഞുകൊണ്ട് ഇത് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ.